പാഷൻ മസ്റ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ആ തീ കെട്ടു. എന്താ വെച്ചാൽ ഇത്തിരി ഹെക്ടിക്കാണ് ഫുഡ് ബിസിനസ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക തുടങ്ങിയ ഇപ്പം ഞാൻ ലവ് കട്ട്ലേറ്റ് സ്റ്റാർട്ടിങ് ഡേയ്സ് പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യമായിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ ഫസ്റ്റ് 2 hours ഒന്നും സെല്ലായില്ല. ലൈക്ക് ഒരു കട്ട്ലേറ്റ് പോലും സെല്ലായില്ല. എൻ്റെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സ് ലിറ്ററലി റോഡിലോട്ട് ഇറങ്ങി വന്നിട്ട് വാക്കിംഗ് ബൈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വാ ട്രൈ പ്ലീസ് ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ചു വരുത്തി കസ്റ്റമേഴ്സ് വന്നു. ആ ഒരു ഫ്ലോയിലാണ് ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഇനീഷ്യേറ്റീവ് എൻ്റെ ഫ്രണ്ട്സ് എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ലവ് കട്ട്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കയറൂല കടയിലോട്ട്. നമ്മ മാക്സിമം എഫേർട്ട് എടുത്താലേ ആൾക്കാർ കയറത്തുള്ളൂ. എന്ന് വെച്ചാൽ പുതിയൊരു സാധനം സ്ട്രീറ്റിൽ എല്ലാവരും ബജി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചായക്കട കണ്ടിട്ടുണ്ട് സ്ട്രീറ്റിൽ, അല്ലെങ്കിൽ ചാട്ട് കട കണ്ടിട്ടുണ്ട്. കട്ട്ലേറ്റ് ലൈവായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പുതിയൊരു കട വെറുതെ പൈസ കൊണ്ട് കാണണം, പല കൺസേൺസ് ഉണ്ടാവും ആൾക്കാർ. അന്ന് ആ ഇനീഷ്യൽ 1 month ഒരു എന്താ പറയുക പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള, സെക്കൻഡ് മന്തും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള. അപ്പൊ ആ ടൈമിലൊക്കെ ആക്ച്വലി പാഷൻ ഉണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് ബിസിനസ് ഒരിക്കലും ഫസ്റ്റ് മന്തോ സെക്കൻഡ് മന്തോ ക്രാക്ക് ആവില്ല. ഇറ്റ് ടേക്സ് ടൈം. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ മെനുവിൽ ആകെ ഉണ്ടായ 3 type കട്ട്ലേറ്റ്, ബേസിക് കട്ട്ലേറ്റ്സ്. ഓക്കെ, അവിടെ നിന്ന് മെനു ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 6 months 7 months കഴിഞ്ഞപ്പോഴാണ് മെനു ഒന്ന് ഫുൾ ഫ്ലെഡ്ജ് ആയത് തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു കലൂർ സ്റ്റേഡിയത്തിൽ I was selling 350-400 കട്ട്ലേറ്റ്സ്.